ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഫലമുണ്ടാകുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 100% ജയിക്കും. ബി.ജെ.പി. അക്കൌണ്ട് തുറക്കുമെന്നും ബി.ജെ.പി. നേതൃയോഗത്തിന് ശേഷം കെ. സുരേന്ദ്രൻ പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് മേൽക്കൈയുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ വരുന്നു എന്നുള്ള കൃത്യമായ സൂചന ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഞങ്ങൾ നല്ല സംഖ്യയിൽ ഇത്തവണ ജയിക്കും. ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന എല്ലാ സീറ്റുകളിലും വിജയപ്രതീക്ഷയുണ്ട്. നല്ല മുന്നേറ്റം നടത്താൻ സാധിക്കും. ഉറച്ച മണ്ഡലങ്ങളായിട്ട് ഏതാനും മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിക്കും. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 100% വിജയിക്കും. പിന്നെന്താണ് തരൂർ തോറ്റ് തുന്നമ്പാടും ഈ തിരഞ്ഞെടുപ്പ്. പി കെ കൃഷ്ണദാസ് വിഭാഗം നേതൃയോഗം ബഹിഷ്കരിച്ചുവെന്ന വാർത്ത കെ. സുരേന്ദ്രൻ തള്ളി. മാധ്യമങ്ങൾ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് കെ. സുരേന്ദ്രൻ പറഞ്ഞു. യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം നേതാക്കൾ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു വിഷയത്തിൽ കേരള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറുടെ പ്രതികരണം. അങ്ങനെ പറഞ്ഞോ? കൃഷ്ണദാസ് നിങ്ങളോട് പറഞ്ഞോ ബഹിഷ്കരിച്ചാണെന്ന്? നിങ്ങൾ ഈ പറഞ്ഞ ബഹിഷ്കരിച്ചോ എന്ന് കൃഷ്ണദാസോ MT രമേശോ രാധാകൃഷ്ണനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന ജോലിയാ. ഈ അനാവശ്യ വാർത്തകൾ നിങ്ങൾ കൊടുക്കരുത്. അവരാരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? നിങ്ങളുടെ ഓഫ് റെക്കോർഡെങ്കിലും പറഞ്ഞോ? എന്തിനാണ് നിങ്ങൾ ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത്? എന്തുകൊണ്ട് വരുന്ന എല്ലാ മീറ്റിങ്ങിനും ആള് വരുമോ? വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് ക്ഷുഭിതനായാണല്ലോ കെ. സുരേന്ദ്രൻ പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ എത്രത്തോളം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി.? പ്രവിധ വലിയ പ്രതീക്ഷ. കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കാരണമാകുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉണ്ടാകുക എന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറയുന്നത്. മോദിയുടെ വികസന നേട്ടങ്ങൾക്ക് കേരളം ഒന്നാകെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇരു മുന്നണികളുടെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം അത് ജനം തള്ളിക്കളഞ്ഞു. വിജയപ്രതീക്ഷയുണ്ട്. ബി.ജെ.പി. ഇത്തവണ അക്കൌണ്ട് തുറക്കും. അതുപോലെ ബി.ജെ.പി. പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന സീറ്റുകളിലൊക്കെ വിജയിക്കും. അത് നല്ല ശതമാനത്തിൽ വിജയിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നുണപ്രചാരണങ്ങളുടെ പെരുമഴ തന്നെ ബി.ജെ.പിക്കെതിരെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഈ എതിർ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും അത്തരം പ്രചരണങ്ങളെല്ലാം നടത്തിയെങ്കിലും അതെല്ലാം ജനം തള്ളിക്കളയുന്ന വിധിയാണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. നല്ല സംഖ്യയിൽ ജയിക്കും. നല്ല മുന്നേറ്റം ബി.ജെ.പിക്ക് ഉണ്ടാകും. കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും. അത് ദേശീയ തലത്തിലടക്കം വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം അത് 100% എന്നാണ് അദ്ദേഹം പറയുന്നത്. ശശി തരൂർ തോറ്റു തുന്നമ്പാടും എന്ന് പറയുന്നു. വോട്ട് ശതമാനം വർദ്ധിക്കും എന്നൊക്കെ അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ച ചോദ്യമുണ്ട്. അതായത് എത്ര സീറ്റിൽ കൃത്യമായി ബി.ജെ.പി. വിജയിക്കും, വിജയപ്രതീക്ഷ എത്ര സീറ്റിലൊക്കെയാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് അദ്ദേഹം കൃത്യമായ എണ്ണം പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ബി.ജെ.പി. വിജയപ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന സീറ്റുകളിൽ ഒക്കെ വിജയിക്കും. 20 സീറ്റിലും വിജയപ്രതീക്ഷ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ വാദത്തെ തള്ളി പ്രകാശ് ജാവ്ദേക്കർ രംഗത്തെത്തിയതും അതേ വാർത്താ സമ്മേളനത്തിലായിരുന്നു. പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് കോൺഗ്രസ് CPM പ്രവർത്തകർ ഒന്നാകെ ഇത്തവണ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പി. കൂടുതൽ MPമാർ ഇത്തവണ ഉണ്ടാകും. 400-ലധികം സീറ്റുകളിൽ NDA വിജയിക്കും. ജൂൺ 4-ന് തന്നെ മാധ്യമങ്ങൾക്ക് പോലും അത് എഴുതേണ്ടി വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ചുരുങ്ങിയത് 5 സീറ്റിൽ കേരളത്തിൽ വിജയിക്കും എന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. അതായത് ഒരു സംഖ്യ കൃത്യമായി പറയാതെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കടന്നു പോകവെയാണ് പ്രകാശ് ജാവ്ദേക്കർ അത് തിരുത്തി 5 സീറ്റുകളിൽ ചുരുങ്ങിയത് ബി.ജെ.പി. വിജയിക്കുമെന്ന് അദ്ദേഹം പറയുന്നത്. ഈ ദല്ലാൽ നന്ദകുമാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നൊക്കെ അദ്ദേഹം ഒളിച്ചോടി. അതുമാത്രമല്ല ഇന്നത്തെ ഈ അവലോകന യോഗത്തിൽ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അവലോകന യോഗത്തിൽ പി കെ കൃഷ്ണദാസ്, MT രമേശ്, AN രാധാകൃഷ്ണൻ അടക്കം പങ്കെടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് അദ്ദേഹത്തോട് ചോദിക്കവേ കെ. സുരേന്ദ്രൻ ക്ഷുഭിതനാകുകയായിരുന്നു. അത് മാത്രമല്ല കൃത്യമായ മറുപടി ഒന്നിലും അദ്ദേഹം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എത്ര സീറ്റുകളുടെ കാര്യത്തിലാകട്ടെ, അതല്ല എങ്കിൽ പി രഘുനാഥിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് പി രഘുനാഥ് ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്, അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലാകട്ടെ അതിലൊന്നും കൃത്യമായ മറുപടി കെ. സുരേന്ദ്രൻ നൽകിയില്ല. പകരം അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾ നുണ പ്രചരിപ്പിക്കുകയാണ്, കള്ളം പ്രചരിപ്പിക്കുകയാണ്, അതിൽ നിന്ന് മാധ്യമങ്ങൾ ഒഴിഞ്ഞു മാറണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പി കെ കൃഷ്ണദാസ് ബഹിഷ്കരിച്ചു എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അത് മാത്രമല്ല പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കിയത് ഈ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന കാര്യം ഈ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാ യോഗങ്ങൾക്കും നേതാക്കൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രചാരണ രംഗത്ത് ഈ നേതാക്കൾ മുഴുവൻ സജീവമായിരുന്നു എന്നും പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ബി.ജെ.പിയുടെ നേതൃയോഗം, അതായത് സംസ്ഥാന ഭാരവാഹി യോഗം പുരോഗമിക്കുന്നുണ്ട്. അതിനു പിന്നാലെ ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗവും തിരുവനന്തപുരത്ത് ചേരും. ഇതിനു പിന്നാലെ തിരുവനന്തപുരത്ത് 100% വിജയസാധ്യതയാണ് ബി.ജെ.പി. കൽപ്പിക്കുന്നത്. വിവരങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്.